നമ്മുടെ രാജ്യത്തിന് കൃത്യമായ വിദ്യാഭ്യാസ നയങ്ങളില്ലേ? ആ വിദ്യാഭ്യാസ നയങ്ങൾ 1968 1986 നാം രൂപവത്കരിച്ചിട്ടുള്ള വിദ്യാഭ്യാസ നയങ്ങൾ ഇവിടെയുണ്ട്. അന്നിവിടെ വിദ്യാർത്ഥി സംഘടനകളുണ്ട്, വിവിധ മതങ്ങളുണ്ട്, വിവിധ വ്യത്യസ്തങ്ങളായ ദേശങ്ങളും സംസ്ഥാനങ്ങളുമുണ്ട്. അവരെല്ലാവരും അതിനോടൊപ്പം ചേർന്നു നിന്നത് എന്തുകൊണ്ടാണ്? അന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസ നയങ്ങളുടെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ളതാണ്. ഭരണഘടന ഈ രാജ്യത്തെ മനുഷ്യർക്ക് നൽകുന്ന മൂല്യങ്ങൾ, ഈ രാജ്യത്തിന്റെ മനോഹരമായ ചേർത്തുവെപ്പുകൾ, മനോഹരമായ ആശയങ്ങൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന അത്തരം ഭരണഘടനാ മൂല്യങ്ങളെ നിലനിർത്തിക്കൊണ്ടുള്ള വിദ്യാഭ്യാസ നയത്തിന് അന്ന് നമ്മുടെ രാജ്യത്തുള്ള എല്ലാവരും ചേർന്നു നിൽക്കുകയും അതിലൂടെ നമ്മുടെ വിദ്യാർത്ഥികൾ പഠിച്ചു വളരുകയും ചെയ്തു. നവോദയ സ്കൂളുകൾ ഇവിടെ കേന്ദ്ര സർക്കാരുകൾ നടപ്പാക്കിയതാണ്. എത്രയോ പദ്ധതികൾ ഇവിടെ കേന്ദ്ര സർക്കാരുകൾ കഴിഞ്ഞ കാലങ്ങളിൽ നടപ്പാക്കിയിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി എന്തുകൊണ്ടാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെയും PM ശ്രീയെയും ഉൾപ്പെടെ ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളും മതനിരപേക്ഷകരും ഈ രാജ്യത്തെ വിവിധങ്ങളായ തുറകളിലെ വിദ്യാഭ്യാസ വിദഗ്ധരും എതിർക്കുന്നത് എന്ന് ചോദിച്ചാൽ, വിദ്യാഭ്യാസത്തിന്റെ മറവിലൂടെ അടുത്ത ഒരു തലമുറയെ വർഗീയവത്കരിച്ച് അവിടെ നിന്ന് തങ്ങൾ ഇഷ്ടപ്പെടുന്ന വർഗീയവാദികളെ വിരിയിച്ചെടുക്കാനുള്ള പുതിയ ഒരു സംരംഭത്തിന് അണിയറയിൽ രൂപം കൊള്ളുകയും രാജ്യത്തിന്റെ വ്യത്യസ്തങ്ങളായ സംസ്ഥാനങ്ങളിൽ അത് നടപ്പാക്കുകയും ചെയ്യുന്നത്.